അല്ലു അർജുൻ എന്നുള്ളൊരു പയ്യനിലൊരു സ്പാർക്ക്, ആ സ്പാർക്ക് ഒരു യൂത്ത് അന്നത്തെ മലയാള സിനിമയിൽ മറ്റാർക്കും ഇല്ലാത്തൊരു സ്പാർക്കുണ്ടെന്ന് തോന്നി. അപ്പോൾ അത് ഒരു ഒത്തിണക്കമുണ്ട്. അയാളിപ്പോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറൈസേഷനിൽ അയാൾ നാഷണൽ അവാർഡ് ഇപ്പം മേടിച്ചു. ആള് മുന്നേ ആ ഒരു യങ് സ്റ്റേജിൽ ആൾക്കുണ്ടായിരുന്ന ഒരു ഞാൻ കൊടുക്കുന്ന ഞാൻ പ്രൗഡ് ഓഫ് യൂത്ത്, പ്രൈഡെന്നോ പ്രൗഡെന്നോ എന്ത് വേണേൽ പറയാം. ആ യൂത്തിന് ഇണങ്ങുന്ന ഒരു ത്രില്ല് ആ മുഖത്തും ആ ഭാവത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മേ ബി അത് ബിക്കം എ സൂപ്പർ ഹീറോ ഓർ ഹീറോ, സംതിങ് ലൈക്ക് ദാറ്റ്. ആദ്യമായിട്ട് എഴുതുന്ന പാട്ടാണ് ഒരു സിനിമയിൽ. പാട്ട് എഴുതുന്ന ആദ്യമായിട്ട് ഹാപ്പി എന്ന് പറഞ്ഞ പടത്തിലാണ്. ഇത്തിരി സ്ട്രെയിൻ ചെയ്ത് ആണ് എഴുതിയതെന്ന് തന്നെ പറയാം. കാതറിക്ക ആണ് എന്നെ വിളിക്കുന്നത് എഴുതാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സാധാരണ പാട്ടുകളൊക്കെ ഇതാണ്. പക്ഷേ ഈ പാട്ടുകൾ എഴുതുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിൻ്റെ ആ മ്യൂസിക് അനുസരിച്ച് എഴുതുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ ചുണ്ടുകളിലെ ചലനം, ആ ചലനം കറക്റ്റ് മാച്ചായിട്ട് മാറണം. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ വേഗം തന്നെ ആ ട്രാക്കിലേക്ക് എത്തി. പ്രത്യേകിച്ച് കാതറിക്കയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിരുന്നതാണ്. പാട്ട് പക്ക ഒരു എന്താ പറയുക, മലയാളം പാട്ട് കേൾക്കുന്ന പോലെ തന്നെ വരണം എന്നുള്ളതായിരുന്നു നല്ല നിർബന്ധം. അങ്ങനെ നല്ലൊരു പെർഫെക്ഷൻ മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എഴുതുന്നത് അതിൽ ഹാപ്പി, അടിപൊളി ലുക്കായ ഹാപ്പി, ആ ഒരു പാട്ടാണ് ആദ്യം എഴുതുന്നത്. നമ്മളിപ്പോഴും അല്ലുവിനെ ഓർക്കുന്നത് ജിസ് ജോയ് സാറുടെ ആ ഒരു സൗണ്ടിൽ തന്നെയാണ്. സഡൻലി ഇത്ര പെട്ടെന്നോ സിനിമയിലോ? കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞൊരു സീരിയൽ ആ സമയത്ത് മണികണ്ഠൻ എന്ന പയ്യൻ്റെ അതിൽ കായംകുളം കൊച്ചുണ്ണിക്ക് വോയിസ് കൊടുത്തേക്കുന്നവനാണ്. അപ്പം ജിസ്മോൻ എറണാകുളത്താണ്, ഞാൻ ഡബ് ചെയ്യുന്ന ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഞാൻ ജിസ്മോനെ വിളിച്ചു. ജിസ്മോനും ആ അല്ലു അർജുൻ്റെ ബോഡി ലാംഗ്വേജും ആ പ്രസരിപ്പിന് ജിസ്മോൻ ആപ്റ്റായിരുന്നു. അങ്ങനെ കുറേയധികം നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന മലയാളത്തിൽ അന്നുള്ള പല നായക നിരയിലുള്ളവരെ വരെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വോയിസ്. പക്ഷെ അത് മാച്ചായി വന്നില്ല. അന്നത്തെ ആ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷനും ഇന്നത്തെ ഒരു മോഡേൺ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. 60 പ്രിൻ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് തിയേറ്ററുകൾ 90ഓളം തിയേറ്ററുകൾ, 60 തിയേറ്ററാണ് റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ആപ്പി റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഈ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വന്നിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒരു തിയേറ്ററിൽ 50,000 രൂപ, നമ്മളിപ്പോൾ ഇത്രയും ഒരു പെട്ടി 60,000 രൂപയായിരിക്കും ഒരു ഫിലിം പെട്ടിയുടെ കോസ്റ്റ് എന്ന് വയ്ക്കുക, അല്ലെ 65 രൂപ വരും, 65-70 രൂപ. അതിൻ്റെ മുകളിൽ ഇത്ര ലക്ഷം രൂപയുടെ പരസ്യം. ഞങ്ങളൊക്കെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഉൾവശമാണ്. ഒരു 30 ലക്ഷം രൂപയുടെ പരസ്യം കൊടുക്കുന്നു. ആവറേജ് ഒരു 30-40 ലാക്സിൻ്റെ പരസ്യം കൊടുക്കുമ്പോൾ അത് 40 സ്റ്റേഷനായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം പെട്ടിയുടെ ചാർജ്, അവിടുത്തെ കോസ്റ്റ് എല്ലാം കഴിഞ്ഞ് 1 ലക്ഷം രൂപ അത് ചിലവാണെങ്കിൽ കൂടെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വീണ്ടും ചിലവ് വരികയാണ്. ഇപ്പോഴത്തെ ഒരു ഫോർമുല എന്ന് വെച്ചാൽ 500 തിയേറ്ററിൽ ഒരൊറ്റയടിക്ക് റിലീസ്, അല്ലെങ്കിൽ 250 സ്റ്റേഷനിൽ ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്ന ഒരു ഫോർമുലയ്ക്ക് വരുന്ന ചിലവ് വേറെ, അന്ന് വരുന്ന വലിയ ചിലവിൻ്റെ ബാധ്യത കൂടെ. ഇത് കടന്നാണ് ഹാപ്പിയൊക്കെ ഞാൻ റിലീസ് ചെയ്ത് വിജയിപ്പിച്ചത്. നമസ്കാരം, സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി ശ്രീരാഗം. നമ്മളെയൊക്കെ തെലുഗു മൂവീസിന്റെ ഫാനാക്കി മാറ്റിയ, അതിലുപരി അല്ലു അർജുനെ മല്ലു അർജുനാക്കി മാറ്റിയ ഹാപ്പിയുടെ റിലീസാണ് വരാൻ പോകുന്നത്. സോ ഇന്ന് സൈന സൗത്ത് പ്ലസിൽ നമ്മളോട് ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തകരാണ്. സ്വാഗതം സർ. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക് യു, ബിക്കോസ് നമ്മളെ തെലുഗു ഇൻഡസ്ട്രിയിലോട്ട് അട്രാക്ട് ചെയ്തതിനും ആൻഡ് അല്ലു അർജുനെ നമുക്ക് തന്നതിലും. ആൻഡ് ആ ഒരു ജേർണി ശരിക്കും പറഞ്ഞാൽ അല്ലു അർജുൻ മൂവീസ് ആദ്യമായിട്ട് കണ്ട സമയത്ത് ഈ പയ്യൻ, ആന്ധ്ര എന്നുള്ള ഈ പയ്യൻ മലയാളികളുടെ ഒരു നെക്സ്റ്റ് ഡോർ ആയിട്ട് മാറും എന്നുള്ള ഒരു കോൺഫിഡൻസ് എവിടെ നിന്നായിട്ട്? അതൊരു കോൺഫിഡൻസ് അല്ല, നമുക്കൊരു അല്ലു അർജുൻ എന്നുള്ളൊരു പയ്യനിലൊരു സ്പാർക്ക്, ആ സ്പാർക്ക് ഒരു യൂത്ത് അന്നത്തെ മലയാള സിനിമയിൽ മറ്റാർക്കും ഇല്ലാത്തൊരു പോയിൻ്റ് ഉള്ളതായിട്ട് തോന്നി, സ്പാർക്ക് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അത് ഒരു ഒത്തിണക്കമുണ്ട്. അയാളിപ്പോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറൈസേഷനിൽ അയാൾ നാഷണൽ അവാർഡ് ഇപ്പം മേടിച്ചു. ആൾ മുന്നേ ആ ഒരു യങ് സ്റ്റേജിൽ ആൾക്കുണ്ടായിരുന്ന ഞാൻ കൊടുക്കുന്ന പ്രൗഡ് ഓഫ് യൂത്ത് എന്നാണ്.
പ്രൈഡെന്നോ പ്രൗഡെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ആ യൂത്തിന് ഇണങ്ങുന്ന ഒരു ത്രില്ല് ആ മുഖത്തും ആ ഭാവത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മേ ബി അത് ബിക്കം എ സൂപ്പർ ഹീറോ ഓർ ഹീറോ, സംതിങ് ലൈക്ക് ദാറ്റ്. അത് നമ്മുടെ ഇടയിൽ വർക്കായി ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ യൂത്തിനും കണക്ട് ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ അത് എന്തുകൊണ്ട് പറയാൻ കാരണം ആ ഒരു പ്രസരിപ്പ് ഇവിടെ ഉള്ളവരും ചിലപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ടാവാം. മേ ബി അതിനൊരു ചാൻസ്, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിച്ചു. ആൻഡ് അത് ഹിറ്റായിട്ട് മാറിയപ്പോൾ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ആൻഡ് വാട്ട് വാസ് അല്ലൂസ് റിയാക്ഷൻ ഓൺ ദാറ്റ്? അല്ലു അർജുൻ നമ്മൾ അങ്ങനെ ഒരു റിയാക്ഷൻ കാണിച്ചിട്ടില്ല ഇൻ ഫ്രണ്ട് ഓഫ് മീ. ബട്ട് ഒരു സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്, സർ ചെയ്യണം, നമുക്ക് അടുത്ത പടം ചെയ്യണം, എന്താണ് അടുത്ത പരിപാടി എന്നത്. ശരിക്കും ഇപ്പോൾ പുഷ്പ 2ൻ്റെ റിലീസിന് വന്ന സമയത്താണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളാണ് പുള്ളീനെ മല്ലു അർജുനായിട്ട് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തെന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയാറുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു അടിത്തറ സാറല്ലേ? അങ്ങനെ അവകാശപ്പെടാനില്ല, ഒരു നിമിത്തമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലു അർജുൻ എന്നുള്ളൊരു വ്യക്തി ഇപ്പം ചിലപ്പോൾ മറ്റൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം, വന്നേക്കാം. ചിലപ്പോൾ അത് എക്സാമ്പിൾ പറയാൻ പറ്റണം, അല്ലു അർജുൻ ആന്ധ്രയിൽ സൂപ്പർ ഹിറ്റ് ആവുന്നതിന് മുന്നേ എനിക്ക് തോന്നി കേരളത്തിൽ ഹിറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു നിമിത്തമാണ്. അത് ചിലപ്പോൾ ഞാൻ അവകാശപ്പെടാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ല. അത് ചിലപ്പോൾ വിധിയായിരിക്കാം. എന്നെക്കൊണ്ട് ഡബ്ബിങ് ചെയ്യിപ്പിക്കാനും ഞാൻ അത് എന്താ പറയുന്ന ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ചേരുവകൾ ചേർക്കാനൊക്കെ ചെയ്തത് അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ ഞാനാണ് എന്നുള്ളൊരു വാക്കോ പ്രവൃത്തിയോ എന്നെ മനസ്സുകൊണ്ട് വരുന്നില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ അവകാശപ്പെടുകയില്ല. തീർച്ചയായിട്ടും ആ മൂവിയുടെ പാട്ട്, ഹാപ്പിയുടെ മൂവിയിലെ ഓരോരോ പാട്ടുകളും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വരി തെറ്റാതെ തന്നെ പാടാനായിട്ട് പറ്റും. ശരിക്കും അന്നൊക്കെ കേട്ട സമയത്ത് ഇത് മലയാളം പാട്ടാണെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ടുവന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു എക്സസൈസ് അതിന് പിന്നിൽ? ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പാട്ടാണ്. ഒരു സിനിമയിൽ പാട്ട് എഴുതുന്ന ആദ്യമായിട്ട് ഈ ഹാപ്പി എന്ന് പറഞ്ഞ പടത്തിലാണ്. കാതർക്കാണ് എന്നെ വിളിക്കുന്നത് എഴുതാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സാധാരണ പാട്ടുകളൊക്കെ എഴുതാറുണ്ട്, പക്ഷേ ഈ ഡബ്ബിങ് പാട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിൻ്റെ ആ മ്യൂസിക് അനുസരിച്ച് എഴുതുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ ചുണ്ടുകളിലെ ചലനമുണ്ട്, ആ ചലനം കറക്റ്റ് മാച്ചായിട്ട് മാറണം. അപ്പോൾ വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്. അപ്പോൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ആണ് എഴുതിയതെന്ന് തന്നെ പറയാം. കാര്യം ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ വേഗം തന്നെ ആ ട്രാക്കിലേക്ക് എത്തി. പ്രത്യേകിച്ച് കാതർക്കയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പാട്ട് പക്ക ഒരു എന്താ പറയുന്നത് മലയാളം പാട്ട് കേൾക്കുന്ന പോലെ തന്നെ വരണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല നിർബന്ധ ബുദ്ധിയായിരുന്നു. അപ്പം അങ്ങനെ വന്നാലൊരു പെർഫെക്ഷൻ മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എഴുതുന്നത് അതിൽ ഹാപ്പി, അടിപൊളി ലുക്കായ ഹാപ്പി, ആ ഒരു പാട്ടാണ് ആദ്യം എഴുതുന്നത്. അങ്ങനെ അതെഴുതി കുഴപ്പമില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത പാട്ടും കൂടി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ശരിക്കും നമുക്ക് ആ ഒരു ഫാസ്റ്റ് പേസിൽ വരുന്ന മലയാളം പാട്ട് ആ ഒരു അർത്ഥത്തോടെ തന്നെ നിലനിർത്താനായിട്ട് ഒരുപാട് ആ മൂവി ഹിറ്റാവാൻ അതും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിക്കും അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ അതിലടുത്ത പാട്ട് എഴുതുന്നത് വെച്ചാൽ അഴകേ നീ എന്നെ പിരിയല്ലേ എന്നുള്ള പൊന്നില പോലൊരു പൂത്താലി, കൺമണി മിൻവിളി കേൾക്കാതെ ഞാൻ എങ്ങനെ രാവിൻ തിരിതാഴ്ത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്. സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വരികൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വലിയ സാഹിത്യങ്ങളൊന്നും അതിൻ്റെ അത് പ്രയോഗിച്ചിട്ടൊന്നുമില്ല. അന്നും ഇന്നും നമ്മുടെ ലിപ്സിലോട്ട് വരും ആ പാട്ടൊക്കെ, അത്രയും കണക്റ്റഡ് ആയിട്ട് തന്നെ ഉള്ളിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൻഡ് ഈ മൂവിയിൽ അല്ലുവിൻ്റെ വോയിസ് എടുത്തു പറയേണ്ട സാധനമാണ്. നമ്മളിപ്പോഴും അല്ലുവിനെ ഓർക്കുന്നത് ജിസ് ജോയ് സാറുടെ ആ ഒരു സൗണ്ടിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അന്ന് ഞാൻ ഇപ്പം ആര്യ എന്നുള്ള സിനിമയാണ് ആദ്യം കൊണ്ടുവരുന്നത്. അപ്പം ജിസ്മോൻ, ഞാൻ ജിസ്മോൻ എന്നാണ് വിളിക്കുന്നത്. ജിസ്മോൻ എൻ്റെ മുന്നിൽ പറഞ്ഞത് വളരെയധികം വോയിസുകൾ ഞാൻ ചോയ്സ് മാച്ച് ചെയ്യിപ്പിച്ച് നോക്കി. ഒത്തിരി പേര് വന്ന് ഡബ് ചെയ്യിപ്പിച്ചു നോക്കി, ഒന്നും സിങ്ക് ആവുന്നില്ല. അങ്ങനെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞൊരു സീരിയൽ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു ചാനലിൽ. അങ്ങനെ ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടിട്ട് കായംകുളം കൊച്ചുണ്ണി കണ്ടു. അപ്പോൾ ഈ വോയിസ് കുഴപ്പമില്ലല്ലോ. അതായത് 2 ആഴ്ച 3 ആഴ്ചയോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, വോയിസ് കിട്ടുന്നില്ല. അപ്പം എനിക്കൊന്നും മണികണ്ഠൻ എന്ന പയ്യൻ്റെ അത് അതിൽ കായംകുളം കൊച്ചുണ്ണിക്ക് വോയിസ് കൊടുത്തേക്കുന്നവനാണ്. അപ്പം ജിസ്മോൻ എറണാകുളത്താണ്.
ഞാൻ ഡബ് ചെയ്യുന്ന ട്രിവാൻഡ്രത്തും. അങ്ങനെ ഞാൻ ഇത് ജിസ്മോനെ വിളിച്ചു, വന്നു വോയിസൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പം ജിസ്മോനും ആ അല്ലു അർജുൻ്റെ ബോഡി ലാംഗ്വേജും ആ പ്രസരിപ്പിന് ജിസ്മോൻ ആപ്റ്റായിരുന്നു. അങ്ങനെ കുറേയധികം നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന മലയാളത്തിൽ അന്നുള്ള പല നായക നിരയിലുള്ളവരെ വരെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വോയിസ്. പക്ഷെ അത് മാച്ചായി വന്നില്ല. അപ്പോൾ ഈ ജിസ്മോനെ കിട്ടിയപ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ ഫീലായത്. അത് അപ്പോഴേക്കും ജിസ്മോനെ കൺഫേം ചെയ്തു. ഇന്നും ആ സൗണ്ട് യുണീക്കായിട്ട് തന്നെ അങ്ങനെ നിൽപ്പുണ്ടല്ലേ. മേ ബി ബെറ്റർ ദൻ അല്ലൂസ് ഓൺ വോയിസ് അല്ലേ. ശരിയാണ്, അത് കറക്റ്റാണ്. ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. അല്ലുവിന്റെ ആ ക്രേസിനെസ്, ആക്ടിങ്ങിൽ ആ ക്രേസിനെസ് അത്രയും വോയിസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ സിനിമയൊക്കെ കണ്ട് റെഫറൻസ് തലേ കിടക്കുന്നോണ്ടായിരിക്കും പല മൂവീസിന്റെയും ഡബിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു അതൃപ്തി ഫീൽ ചെയ്യുന്നത്. യെസ്, അല്ലു അർജുൻ്റെ ഒരു വോയിസിൽ ഒരു ജിസ്മോൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പം ഇപ്പം ഹാപ്പി നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അല്ലുവിനെ പരിചയമുള്ളത് ആ ഒരു വൈബ്രൻറ്റ് നേച്ചറിലുള്ള ക്യാരക്ടേഴ്സിലൂടെ. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ, ഇപ്പോൾ പുഷ്പയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു സീരിയസ് ഒരു ആക്ടിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കാണെങ്കിലും ജെൻസി കിഡ്സിനാണെങ്കിലും ആ ഒരു അല്ലു അർജുനാണ് ഫെമിലിയർ ആയിട്ടുള്ളത്. സോ ഈ ബണ്ണീനെ എങ്ങനെയായിരിക്കും അവർ സ്വീകരിക്കാൻ പോകുന്നത്? യു മീൻ ഈ അല്ലു അർജുൻ്റെ ഹാപ്പി എന്നുള്ള പടത്തിൻ്റെ ഈ ന്യൂജന് വേണ്ടിയാണ്. ന്യൂജന് ബേസിക്കലി ഇതൊരു ന്യൂജൻ സിനിമ തന്നെയാണ്. ഇപ്പം ഞാൻ ടെലിസിനി ചെയ്ത് ഇത് 4K-ലാക്കിയപ്പോഴും അവിടെ ടെക്നീഷ്യൻ, എൻ്റെ ക്യൂബിലെ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു, സാർ 20 വർഷത്തിന് മുമ്പുള്ളതാണ്, പക്ഷെ എന്നിട്ടും അത് ജീവനുള്ളതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാനപ്പോൾ അവരുമായിട്ട് പറഞ്ഞു, ഇത് എന്തെങ്കിലും രീതിയിലൊരു നമ്മളെപ്പോഴും ഒരാളെ, ഇപ്പം നിങ്ങളാണ് എൻ്റെ കൂടെ ചോദിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ഇപ്പോൾ ക്യാമറാമാൻ്റെയിലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ ഞാൻ അവരോടൊക്കെ ചോദിക്കുകയാണ്. ഞാൻ എക്സ്പ്രഷൻ അവരിലൂടെയാണ് കാണുന്നത്. ജഡ്ജ് ചെയ്യുന്നത് അവരുടെ എൻ്റെ എക്സ്പ്രഷൻ അല്ല. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ അവരുടെ ഫേസിലുണ്ടാവുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് എന്ത് ഫീലായി, ചിരിക്കുന്നുണ്ടോ? അതായത് ഇപ്പം 2 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ഇത് കണ്ടു ക്യൂബിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ എൻ്റെ കൂടെ ഇരിക്കുന്ന ടെക്നീഷ്യൻസിൻ്റെ ഇടയിൽ ചോദിക്കണം, ഇപ്പം മിക്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇൻസ്പിറേഷൻ, നിനക്ക് ഒന്നിൽ കൂടുതൽ സമയം കാണാൻ തോന്നുന്നുണ്ടോ? അവർ പറഞ്ഞു, ഓ ഉറപ്പായിട്ട് സാർ, ഞാനത് ഉയർത്തുന്നതല്ല, എനിക്ക് കാണണമെന്നുള്ള. അപ്പോൾ അത് ന്യൂജൻ്റെ ഒരു കണ്ടൻറ്റ് അതിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം വെക്കുന്നത്. ശരിയാ, എത്ര കണ്ടാലും മതിയാവത്തില്ല. അതുപോലെ ആ സമയത്തൊക്കെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് അത് കാണുമ്പോഴുള്ള അതേ ഫീൽ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പല മൂവീസിനും ആ ഒരു അയ്യോ അന്ന് നമ്മളിത് എൻജോയ് ചെയ്താണല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഹാപ്പിക്ക് അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ആ സമയത്ത് ആരെയാണെങ്കിലും ആ സിനിമയ്ക്കൊന്നും ആ ഒരു ഫീലില്ല. എത്ര കണ്ടാലും മതിയാവത്തില്ല, ഇപ്പോഴും ഇരുന്ന് കാണും. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പല സ്കൂളിലൊക്കെ ആണെങ്കിലും പ്രൈവറ്റ് ആയിട്ട് സ്ക്രീനിങ് ഹാപ്പി നടത്താറുണ്ട്. അപ്പോൾ ഇതറിഞ്ഞിട്ടാണോ സാർ ഇപ്പോൾ അതൊരു റിലീസിലോട്ട് എങ്ങനെ എത്തിയത്? തീർച്ചയായിട്ടും. ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ കുറേ റീല് ഞാൻ കണ്ടു. അപ്പോൾ കുട്ടികൾ ഒന്നിച്ചിരുന്ന് കണ്ടിട്ട് അവർ വല്ലാതെ ആവേശം കൊള്ളുന്നുണ്ട്. അവർ അത്രയ്ക്കും ഇമോഷണലി അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത് നേരിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ DTS:X ഡോൾബി അറ്റ്മോസും ഒക്കെ കൊടുത്തതും അതിന് മാച്ചാവുന്ന തരത്തിൽ 4K കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചിരുന്നാൽ യൂത്ത് 2K ജെൻസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ യൂത്ത് തലമുറയ്ക്ക് റിയലായിട്ട് ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ആ സിനിമയ്ക്ക് എങ്ങനെ ഫീൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നറിയണം. അറിയാമെന്നില്ല, ഉറപ്പായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വരണം. അതാണ് ചിന്ത. ഹാപ്പിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ പുഷ്പ വരെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അല്ലു അർജുൻ, DSP എല്ലാ മൂവീസിന്റെ ഇപ്പം സാർ തന്നെയാണ് ലിറിക്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ലിറിക്സിലോട്ട് എങ്ങനെ എത്തുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ പാട്ടെഴുത്തിൻ്റെ കളരി എന്ന് പറയുന്നത് കാവറിക്കയുടെ ഫ്ലാറ്റ്, തിരുവനന്തപുരത്തുള്ള ഫ്ലാറ്റ്, അവിടെ വെച്ചിട്ടാണ് ഈ ഹാപ്പിയിലൂടെയാണ് ഇപ്പോൾ തുടങ്ങി ഈ ഹാപ്പിയിലൊരു 4 പാട്ടുകളാണ് ഞാൻ എഴുതിയത്. അതിനുശേഷം പാട്ടുകൾ എന്താ പറയുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് ഏറ്റെടുത്തു. അവർക്ക് ഭയങ്കര ക്രേസ് പാട്ടുകളിലൂടെ ഇപ്പോഴും ഉണ്ട്. അതെ, ഇപ്പൊ വരുന്ന മെസ്സേജുകളൊക്കെ മതി. ശരിക്കും ഇച്ചിരി സമാധാനത്തോടെ ഇരിക്കുമ്പോ കേൾക്കാൻ തോന്നുന്ന കുറച്ച് പാട്ടുകളൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പാട്ടാണെന്ന്
ചിന്തിക്കാനും പറ്റുന്നില്ല. അതാണ്. അതെ. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഇക്കാന്നെ എടുത്ത അല്ലു അർജുന്റെ ഒത്തിരി സിനിമകളുണ്ട്. ബണ്ണി, ഹീറോ, എല്ലാ സിനിമയിലും കൃഷ്ണ, എല്ലാ ഗജപതി, സിനിമയിലും അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമയിലും ഞാനിങ്ങനെ എഴുതി അവസാനം പിന്നെ അവരെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എന്നെ അവര് തേടി പിടിച്ച് എന്നെ വിളിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ അവിടെ വിളിച്ച് എഴുതിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പുഷ്പ 2 വരെ എത്തി നിൽക്കുന്നത്. പുഷ്പയുടെ ടൈറ്റിൽ സോങ് പുഷ്പ ആ സോങ് അതല്ല, അതിനേക്കാൾ വലിയ പോസിറ്റീവ് കാര്യമുണ്ട്. ഒരു പാട്ട് എഴുതാൻ വന്ന എൻ്റെ സിനിമയിൽ എഴുതാൻ വന്ന ആളാണ്. എൻ്റെ സിനിമയിൽ 4 പാട്ട് എഴുതി. അത് വിടുക. പക്ഷെ അതിനേക്കാൾ ആ സിനിമയിലെ പുഷ്പ 2 ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ്. നമ്മുടെ ഫീലിങ്സിന്റെ ബേസിക് മലയാളം വിട്ടുകൾ അദ്ദേഹത്തിന്റെ ലിറിക്സ് ആണ് അതിലിട്ടേക്കുന്നത്. അതായത് ഹുക്ക് ലൈൻ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ മല്ലിക ബാണന്റെ അമ്പുകൾ ആ 6 വരി ഒറിജിനൽ തെലുങ്ക് സിനിമയില് ഈ മലയാളം വരികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹിന്ദിയിലും അത് തന്നെ. അത് അവര് അല്ലു അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്കുള്ള ഒരു മലയാളികൾക്കുള്ളൊരു അത് മാത്രമല്ല, ലിറിക്സ് അത്രയ്ക്ക് മനോഹരമാണ്. അതിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിരുന്നാൽ അത്രയ്ക്കും മനോഹരമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് ആ വാക്കുകളും ആ ചേരുവകളും. നമ്മളൊരു വാക്ക് എഴുതുന്നതിലല്ല, ചേരുന്ന വാക്കുകളാണ്. പ്രാസത്തിനേക്കാൾ വലുതാണ് ആ വാക്കുകളുടെ ഒരു ചേർച്ച. അവിടെയാണ് നമ്മുടെ ഒരു മൈൻഡിലേക്ക് തുഴച്ചു കയറുന്നത്. അപ്പോൾ വാക്കുകളുടെ ഒരു ചേർച്ച ഉണ്ടാവുമ്പോഴാണ് ആ പാട്ട് ഹിറ്റാവുക. ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലേ? കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒറിജിനൽ വേർഷനുമായിട്ട് അടുത്ത് തന്നെ നിൽക്കണം. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ന്യൂ ആയിട്ട് ലിറിക്സ് കൊണ്ടുവരാനാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് അവിടെ ഉണ്ടാകണം. എന്താണ് ആ സിറ്റുവേഷന് യോജിച്ച രീതിയിലുള്ള ഒരു മീനിങ് നമുക്ക് ഇവിടെ കൊണ്ടുവരികയും ചെയ്യണം. അതിനൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ വെല്ലുവിളികളും അതിൻ്റെ അകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ട്യൂണ്, പിന്നെ ലിപ് മൂവ്മെന്റ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു നല്ല രീതിയിലേക്ക് മാക്സിമം ഭംഗിയായിട്ട് ഇത് എഴുതി ഫലിപ്പിക്കാനായിട്ട്. അല്ല, ഒരു മിനിറ്റ്. അതിന് മുമ്പ് ഇതിപ്പോൾ എന്തെങ്കിലും പറയുന്ന ചില വാക്കുകൾ, അതായത് നമ്മളൊരു വാക്ക് തുടങ്ങുന്നതിൽ ഇപ്പം പ്രായിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് ചേരുമ്പടിയുള്ള അടുത്ത വാക്കും കൂടെ കൊടുത്ത് അതിന് നെക്സ്റ്റ് ലൈനും അതുപോലെ മാച്ചാവുന്ന തരത്തിൽ കൊണ്ടെത്തിക്കണം. അതിൻ്റെ കൂടെ പ്രാസം വരണം, അതിൻ്റെ കൂടെ മറ്റൊരു ചേരുവയും കൂടെ ഉണ്ട്. അടുത്ത വരികൾക്കുണ്ടാവുന്ന ഒരു കണ്ടിന്യൂഷനും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഷിജു തുറവൂരാവുന്നത്. ശരിക്കും ജിസ്സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാ? ജിസ്സിനെ ഞാൻ ഈ ഹാപ്പിയുടെ ഡബ്ബിങ് സമയത്താണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അന്ന് പോലുള്ള പരിചയമുണ്ട്, സുഹൃത്താണ്. സൺഡേ ഹോളിഡേയില് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, വയലാർ എഴുതോ ഇതുപോലെ. അത് ശരിക്കും തെലുഗു സോങ്സ് കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സിജുചേട്ടൻ തന്നെ ആയിരിക്കും. അതെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്? അങ്ങനെ അതൊക്കെ എന്റെ ഒരു ഭാഗമല്ല, സിനിമയുടെ ഒരു നല്ല വശങ്ങളാ. ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ഒരു അല്ലു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് 23 വയസ്സായിരുന്നു, 23 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 20 വർഷം മുൻപ് ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ലിറിക്സ് എഴുതി. അന്ന് ശരിക്കും ഭയങ്കര യങ് ആയിരുന്നില്ല. അപ്പൊ എങ്ങനെ ഇത്രയും നല്ല ലിറിക്സ് ഒക്കെ കിട്ടി? അത് എല്ലാം സംഭവിക്കുന്നതാണ്. അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ ഇതിനുവേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ അന്നത്തെ ആ ജനറേഷനിൽ അത് നമുക്കറിയാമല്ലോ, എന്താണ് ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പിന്നെ ഇത് സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. മലയാളത്തിലോട്ട് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ഒരു എലിമെന്റ്സും നമുക്ക് തെലുഗു മൂവിയുടെ അതിനായിട്ട് ലൈക്ക് അവിടെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. നമ്മൾ ഫുൾ എലിമെന്റ്സും അത്രയും ഡിഫിക്കൽട്ടായിട്ട് തന്നെയാണ് മലയാളത്തിലോട്ട് ഇത് അന്ന് കൊണ്ടുവന്നിരുന്നത്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു ശരിക്കും? അതിപ്പം നമ്മളെ എല്ലാ മലയാള ഡബ്ബിങ് സിനിമകളിലും നമ്മൾ നോക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതാദ്യം മലയാളത്തിലേക്ക് നമ്മൾ ഇപ്പോൾ വേറൊരു ജ്യൂസാണോ എന്തോ സംതിങ് ലൈക്ക് അതുപോലെ ഒരു സാധനം ഒരു ക്ലാസ്സിലേക്ക്, മലയാളി ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന ചേരുവകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടോയെന്ന് ആദ്യം ഞാൻ വിലയിരുത്തും. ഒരു മലയാള സിനിമയുടെ ഒരു ഇൻറ്റേർണൽ പെർഫെക്ഷൻ അത് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഹാപ്പി എന്നുള്ള സിനിമ അതിൻ്റെ ഡയറക്ടർ ഞാൻ വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ഒരാളാണ്. കരുണാകരൻ ഇവിടെ വരുന്നുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ
ആ സിനിമ കണ്ടിട്ട് ഹാപ്പി യഥാർത്ഥത്തിൽ തെലുങ്കിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. അതാണ് ഏറ്റവും വലിയ ഇത്. അപ്പം ഞാനത് കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് അറിയില്ല, ഹാപ്പിയുടെ ആഡ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്തൊക്കെ യൂഷ്വലി ഉള്ള ഒരു പാറ്റേണേ അല്ലായിരുന്നു. ഒരു പോസ്റ്റർ പോലും അതിൻ്റെ ഒരു റെഗുലറായിട്ട് ഒരാളെ ബേസ് ചെയ്തല്ല ഞാൻ കൊടുത്തത്. അല്ലു അർജുൻ എന്ന് പറയുന്ന ആഡല്ല കൊടുത്തത്, ഒരു കൂട്ട ബഹളമാണ് കൊടുത്തത്. അതായത് ഇപ്പോൾ ഹാപ്പിയുടെ പോസ്റ്റർ തന്നെ എടുക്കും, ഒരു പയ്യൻ ഇങ്ങനെ തുള്ളിക്ക് നിൽക്കുന്നു, ഒരാൾ വേറൊരു ആകൃതി നിൽക്കുന്നു, ഒരാൾ. അപ്പോൾ അതൊരു ഹാപ്പിയുടെ ഒരു ഇൻസ്പിറേഷനാണ്. അത് വേറൊരു തരത്തിൽ ആ ഒരു കൺസെപ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇങ്ങനെ വേണ്ട, ഈ രീതിയിലേക്ക് പോവാം. കാരണം ഒരു ഹീറോ, ഇപ്പോൾ വരണമെങ്കിൽ ഹാപ്പി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, അന്ന് അല്ലു അർജുൻ ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആർട്ടിസ്റ്റായി. പക്ഷെ അതിനേക്കാൾ ഉപരി അതിനെ വേറൊരു തരത്തിലേക്ക് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അതിനൊരു ഇൻറ്റേർണൽ ഒരു മാസ്റ്റർ പ്ലാൻ പോലെ ഒരു പ്ലാനിങ് എനിക്ക് ഉണ്ടായിരുന്നു. ശരിക്കും ആ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം മാറ്റിയെടുത്തു. തീർച്ചയായിട്ടും ഹാപ്പി മാർക്കറ്റിംഗ്, കേരള മാർക്കറ്റിംഗിൽ ആര്യ ഹാപ്പി രണ്ട് വ്യത്യസ്തമായിട്ടാണ് ബാക്ക് ടു ബാക്ക് വരികയും ചെയ്തു. 2003 പിന്നെ 2006. ഞാനൊരു ആൻഡോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കോമഡി ആയിട്ട്. ആൻഡോ ഒരു ബസ് ഇവിടെ പോകുമ്പോൾ തമിഴ്നാട് ബോർഡർ പോകുമ്പോൾ ബസ്സിൻ്റെ ബാക്കിൽ ആര്യയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മാതിരി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു പരസ്യത്തിൻ്റെ പടം, അതിൻ്റെ പിൻബലം എന്ന് പറയുന്നത് അത്രയ്ക്ക് പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയേക്കാൾ കൂടുതൽ അന്ന് പബ്ലിസിറ്റി ആര്യയ്ക്കും ഹാപ്പിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അന്നത്തെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഫിലിം ബോക്സ്, അത് നല്ല എല്ലായിടവും കൊണ്ടുവന്ന്, ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, ഡിജിറ്റൽ അല്ലല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു ജേർണി എങ്ങനെയാ, അന്നത്തെ ആ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷനും ഇന്നത്തെ ഒരു മോഡേൺ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ? അന്ന് ഞാൻ 60 പ്രിൻ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് തിയേറ്ററുകൾ 90ഓളം തിയേറ്ററുകൾ, 60 തിയേറ്ററാണ് റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ഹാപ്പി റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഈ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വന്നിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇത്ര തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പാടുള്ളൂ, അത് കൂടാൻ പാടില്ല. എനിക്കൊന്ന് 48ഓ 60ഓ ആണ്. അപ്പോൾ ആ സ്റ്റേഷനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ അന്ന് ഒരു തിയേറ്ററിൽ 50,000 രൂപ, നമ്മളിപ്പോൾ ഇത്രയും ഒരു പെട്ടി 60,000 രൂപയായിരിക്കും ഒരു ഫിലിം പെട്ടിയുടെ കോസ്റ്റ് എന്ന് വയ്ക്കുക, അല്ലെ 65 രൂപ വരും, 65-70 രൂപ. അതിൻ്റെ മുകളിൽ ഇത്ര ലക്ഷം രൂപയുടെ പരസ്യം. ഞങ്ങളൊക്കെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഒരു 30 ലക്ഷം രൂപയുടെ പരസ്യം കൊടുക്കുന്നു, ആവറേജ് ഒരു 30-40 ലാക്സിൻ്റെ പരസ്യം കൊടുക്കുമ്പോൾ അത് 40 സ്റ്റേഷനായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം പെട്ടിയുടെ ചാർജ്, അവിടുത്തെ കോസ്റ്റ് എല്ലാം കഴിഞ്ഞ് 1 ലക്ഷം രൂപ അത് ചിലവാണെങ്കിൽ കൂടെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വീണ്ടും ചിലവ് വരികയാണ്. ഇപ്പോഴത്തെ ഒരു ഫോർമുല എന്ന് വെച്ചാൽ 500 തിയേറ്ററിൽ ഒരൊറ്റയടിക്ക് റിലീസ്, അല്ലെങ്കിൽ 250 സ്റ്റേഷനിൽ ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്ന ഒരു ഫോർമുലയ്ക്ക് വരുന്ന ചിലവ് വേറെ, അന്ന് വരുന്ന വലിയ ചിലവിൻ്റെ ബാധ്യത കൂടെ. ഇത് കടന്നാണ് ഹാപ്പിയൊക്കെ ഞാൻ റിലീസ് ചെയ്ത് വിജയിപ്പിച്ചത്. ശരിക്കും ഇന്നത്തെക്കാളും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലായിരുന്നു. ഡെഫിനറ്റ്ലി ഇന്നത്തെ റിസ്ക് എന്ന് വെച്ചാൽ ഇന്ന് കോസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് സിനിമ മേക്ക് ചെയ്യാനാണ്. പരസ്യവും എമൗണ്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പം പരസ്യത്തിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ 3 കോടി രൂപയോളം പബ്ലിസിറ്റിക്ക് വരുന്നുണ്ട്. 1.5 കോടി രൂപ മിനിമമാണ്. അന്ന് ഞാൻ 70 ലക്ഷത്തോളം രൂപ പരസ്യം ചെയ്തതാണ് ഹാപ്പി. ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ഒരു മലയാള സിനിമ 70 ലക്ഷം രൂപയ്ക്ക് പരസ്യം അന്ന് ആരും ചെയ്യത്തില്ല. പബ്ലിസിറ്റി ഇന്നത്തെ ഇതുപോലെയല്ല. അന്ന് 30 ലക്ഷം 35 ലക്ഷം രൂപയോളം പേപ്പർ ആഡ് തന്നെ പോകുമായിരുന്നു. ഇതാ ഞാൻ സാറിനോട് ആദ്യം ചോദിച്ചില്ല, കോൺഫിഡൻസ്. കാരണം നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കംഫർട്ട് സോൺ എല്ലാം മറികടന്നിട്ട് ഉണ്ടായിരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് തെലുഗു മൂവീസ്. കാരണം അന്ന് തമിഴ് മൂവീസിൻ്റെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ തെലുഗു ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. അത് വിജയിക്കുക എന്നുള്ളതൊരു ചാൻസ് ആയിരുന്നല്ലോ. സോ അതെടുത്ത് ആ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തൊരു തെലുങ്ക് സിനിമയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ മലയാള സിനിമ ഒരു പ്രൊഡക്ഷൻ സിനിമ ഏറ്റെടുത്ത് ഞാൻ ഒരാളെ കൊണ്ട്, ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ പൃഥ്വിരാജിനെ ഹീറോ ആക്കിയിട്ടുള്ള നക്ഷത്രക്കണ്ണുള്ള രാജകുമാരനായിരുന്നു. ആ സിനിമ കൊണ്ടുവന്നുവെങ്കിൽ ഇപ്പം ഞാൻ പൃഥ്വിരാജിനെ ഹീറോ ആക്കാൻ
എൻ്റെ ഗുരുനാഥനാണ് രാജസേനൻ. അദ്ദേഹം ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇന്ന ആളെ വെച്ച് ചെയ്തുകൂടെ, മറ്റൊരു 2 പേരെ വെച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വൈ ആർ ഗോയിങ് ബിഹൈൻഡ്, നമുക്കൊരു നല്ലൊരു ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടെ, നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് രാജുവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. രാജുവിൻ്റെ ഫസ്റ്റ് പടം നമ്മൾ ചെയ്തു. അതിനെടുത്ത എഫേർട്സ് പോലെ അല്ലെങ്കിൽ അത് ഒരു പടി കുറച്ചും കൂടി കോൺഫിഡൻസ് ഉള്ള ഒരു ഇതായിട്ടാണ് അല്ലു അർജുൻ്റെ ഹാപ്പിയായി ഞാൻ കണ്ടത്. സ്വാഭാവികമായിട്ടും എനിക്ക് അന്നുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് അഡ്വർടൈസിങ്ങിൻ്റെ, എനിക്ക് എൻ്റെ ഏജൻസി എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് എൻ്റെ സ്ഥാപനങ്ങൾക്ക് ആഡ് കൊടുക്കുന്ന ഏജൻസി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെയുള്ള അനുകൂലമായിരുന്നു. അപ്പോൾ അതൊരു മിനിമം എമൗണ്ട് ആയിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും 10 രൂപ കൊടുത്തൊരു സാധനം മേടിച്ചാൽ അതിന് 10 രൂപയോളം ചിലവ് വരുന്നു, പബ്ലിസിറ്റി ചെയ്യണമെന്നുള്ള ഒരു ഫോർമുലയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് സിനിമ, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത സിനിമ ഞാൻ മലയാളത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സിനിമയിലും ഞാൻ 1.5 കോടിയോ അല്ല 5 കോടി രൂപ ചിലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര രൂപ പരസ്യത്തിനും അതിന് മാർക്കറ്റിംഗ് സെക്ടറിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിലേ അത് വിജയിക്കത്തുള്ളൂ, ജനങ്ങളിൽ എത്താൻ പറ്റിയപ്പോഴുള്ളൂ. ഇപ്പോഴും ഞാൻ ഈ ഹാപ്പി റിലീസ് ചെയ്യുമ്പോൾ എനിക്കൊരു അതിനോട് ബഡ്ജറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ശരിക്കും ഇപ്പൊ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അല്ലു അർജുൻ്റെ ആ ഒരു സ്റ്റാർഡോ ബാക്കി എല്ലാ എലിമെന്റ്സും ഉണ്ട്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും ഒക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണ് സാർ, ടു ബി ഫ്രാങ്ക്. അങ്ങനെ നമുക്കൊന്നും ഇല്ല പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു സിനിമ അന്നത്തെ സമയത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ചേരുവ ഞാൻ അറൗണ്ട് 30 അന്ന് എൻ്റെ പ്രായം. അന്ന് ഞാനെടുത്ത എഫേർട്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നല്ലൊരു ത്രില്ലുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ഡബ്ബിങ് സിനിമകൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു. അന്ന് തമിഴ് സിനിമ ഡബ്ബിങ് സിനിമ നിരോധിച്ച സമയമായിരുന്നു. തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒരുതരം വേറൊരു തരത്തിൽ കൊണ്ടുപോകുന്ന സിനിമകളാണ്. അതായത് മക്കൾ മാറി അച്ഛന്മാർ മാറിയിട്ട് മക്കൾ കടന്നു വരുന്ന തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ഒരു തുടക്കമായിരുന്നു 2000 ബിഗിനിങ് സ്റ്റേജ്. ആ സ്റ്റേജിൽ ആണ് അല്ലു അർജുൻ മറ്റുള്ള ന്യൂജൻ ടെക്നിക്കലായിട്ടുള്ള ഇപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ മക്കളുണ്ടാവില്ല, അവർ ഏറ്റെടുക്കുന്ന സമയമാണ് ഞാൻ ഹൈദരാബാദിലേക്ക് കാലുവെക്കുന്നത്. എല്ലാം കൂടി ഒരു ഘടകം ഒന്നിച്ചു വന്നു, അതാണ് യഥാർത്ഥം പറഞ്ഞാൽ. ശരിക്കും അന്ന് ഇൻഡസ്ട്രിയിലുള്ള തെലുഗു ഞാൻ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ വന്നിട്ടില്ല നമുക്ക്. അപ്പം അന്ന് അത് ഇൻഡസ്ട്രിയിലുള്ളവരെ കൺവിൻസ് ചെയ്യാന്നുള്ളതും ഒരു ഘടകമായിരുന്നല്ലോ. അന്ന് ആരും വിശ്വസിക്കില്ല, അന്ന് ആരും അനുകൂലമല്ല, എനിക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല. ഒരു സിനിമ ആര്യ എന്ന സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോലും എനിക്ക് ഒരു രീതിയിലും ഒരു സപ്പോർട്ട് ആരും തന്നിട്ടില്ല. ആരും പറഞ്ഞില്ല ഇത് പോകത്തില്ല എന്ന്, എല്ലാവരും ലീഡിങ് ആൾക്കാർ. പിന്നെ എൻ്റെ സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് അത് വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു റിലീസ് പിന്നീടാണ് ബൂം ഉണ്ടാക്കിയത്. പിന്നെ ഇതെന്തും നമ്മൾ മാർക്കറ്റിലേക്ക് എനിക്കൊരു കോൺഫിഡൻസ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ സ്പെൻഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഒരു രീതി കാണിക്കും. പക്ഷെ അതിനെ വിജയിപ്പിക്കുന്ന ഒരു ഘടകം അത് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നാലേ പറ്റത്തുള്ളൂ. അതിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഡബ്ബിങ് സിനിമ എന്ന് പറയുന്ന ഇന്നത്തെ ഡബ്ബിങ് സിനിമയുടെ ഒരു റെസ്പെക്റ്റ് അന്ന് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലിറിക്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ശരിക്കും ഇപ്പം പാട്ട് പാടുന്നവർക്ക് കുറേ വോയിസ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു ലിറിസിസ്റ്റിന് വേണ്ട ട്രെയിനിങ്സ് അല്ലെങ്കിൽ ആ ഒരു എക്സസൈസസ് എന്തൊക്കെയാണ് ബിഹൈൻഡ്? അത് അങ്ങനെ ചോദിക്കാൻ നേരത്ത് പ്രധാനമായിട്ട് നമ്മളൊരു വൊക്കാബുലറി ഉണ്ടല്ലോ, അപ്പോൾ അത് വായനയിൽ കൂടിയാണ് കൂടുതൽ വാക്കുകളും പിന്നെ പാട്ടുകൾ, പിന്നെ ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, പാട്ടിനോടുള്ള അതാണ്. പാടും അങ്ങനെ പാടുന്നില്ല, എന്നെ തൃപ്തിപ്പെടുത്താൻ പാടില്ല, കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറിക്സ് വർക്കായി. അതെ, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടൊന്ന് പാടി കേൾപ്പിച്ച് അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഹാപ്പി ഡേയ്സ് എന്നുള്ളൊരു സോങ്ങില് എഴുതിയ വരിയിടാൻ മനസ്സിന് മറയില്ല. അപ്പോ ആ ലിറിക്സില് എൻ്റെ ഒരു ടേസ്റ്റിൽ പുള്ളി അത് ഇത് ചെയ്തു. അപ്പം പുള്ളി പറഞ്ഞു ഇത് കൊള്ളാം. അപ്പോൾ എഴുതി വായിച്ചപ്പോൾ കൊള്ളാം,
ഒന്ന് പാടിക്കെന്ന് പറഞ്ഞു. ആ പാട്ട് പാടിച്ചതിന് ശേഷമാണ് ഞാൻ ഹാപ്പി ആയത്. ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ പാട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പാട്ട് അത് നന്നായിട്ട് പാടിയ അത് എനിക്ക് ഓ മൈ ഫ്രണ്ട്. ഓ മൈ ഫ്രണ്ട് അതിൽ ആ ലിറിക്സ് സത്യം പറഞ്ഞാൽ തെലുങ്കിനേക്കാൾ ഫീൽ കൂടുതൽ എനിക്ക് മലയാളത്തിൽ ഫീൽ ആയിട്ടുണ്ട്. ഞാൻ ശേഖർ കമ്മലയോട് വരെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ ആ വാക്ക് ഞാൻ അന്നും അപ്രീഷിയേറ്റ് ചെയ്തു. ഇന്ന് അന്നല്ല, അതിനുശേഷം ഒരു ദിവസം ഞാൻ ഹൈദരാബാദ് വെച്ച് ശേഖർ സാറിനെ കണ്ടായിരുന്നു. അപ്പൊ പരിചയപ്പെട്ടപ്പോ ഈ കാര്യം ഞാൻ പറഞ്ഞു, ഈ പാട്ടിന്റെ കാര്യം. ആ പാട്ടൊന്നും ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പാട്ടാണെന്നൊന്നും ചിന്തിക്കാനേ പറ്റില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അങ്ങനെ ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ നിൽക്കുന്ന പാട്ടാണ്. അതാ പറഞ്ഞ കുറേ വാം ആയിട്ടുള്ള പാട്ടുകൾ. ഇപ്പൊ അഴകേന്ന് തന്നെ അതിനകത്തെ ആ ഈ പറഞ്ഞ പോർഷൻ ഇല്ല, പൊന്നില പോലെ ഒരു പൂത്താലി, അവിടെ തൊട്ട് അതിന്റെ ബീറ്റിനനുസരിച്ച് അത് കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ആ ഫീൽ അതൊക്കെ എങ്ങനെ അതിന്റെയൊക്കെ സീക്രട്ട് എന്താ? അതൊക്കെ എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിങ്ങനെ പിന്നെ സിനിമ മുഴുവനും കണ്ടിട്ടാണിത് പാട്ടെഴുതാൻ തുടങ്ങുന്നത്. അപ്പോഴേ നമുക്കറിയാം എന്താണ് ആ ക്യാരക്ടർ, അവിടെ അവരുടെ ഫീൽ എന്താണ്. ഇപ്പോൾ ആ അഴകെന്നുള്ള പാട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താ അല്ലു അർജുൻ്റെ ഒരു അവൾ വിട്ടുപിരിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു വേദന ഉണ്ട്. അത് നല്ല പെയിനാണ്. ആ പെയിൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പം അങ്ങനെ സംഭവിച്ചത് ആ പാട്ട് അഴകെ നീ എന്നെ പിരിയ. അഴകെ നല്ലൊരു പാട്ടാണ്. പക്ഷേ ഇത് എഴുതിയ പെയിൻ ഫീലാവുന്ന ഒരു പാട്ടുണ്ട്. കൃഷ്ണയിലൊരു പാട്ടുണ്ട്, ട്രെയിനിൽ പകലിൻ കൂടൊഴിഞ്ഞു പോകും പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തൊരു ലിറിക്സ് ആയിരുന്നു. അത് നന്നായിട്ട് മാച്ച് ചെയ്ത് നന്നായിട്ട് വന്നൊരു സാധനമായിരുന്നു. നല്ല ലിറിക്സ്. അല്ലു അർജുൻ്റെ ആ ഓറയ്ക്ക് മാച്ചാണ് ശരിക്കും. ആ ഒരു വിഷ്വലും ഇതുമായിട്ട് നല്ല ഫീൽ ആവും. മറ്റൊരു വരികളാണ് അവിടെ വന്നെങ്കിൽ ഇത് പാടാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ഇത് ബ്ലെൻഡ് ആയി പോകുന്നു. ബ്ലെൻഡായത് പകലിൻ കൂടൊഴിഞ്ഞു പോ സന്ധ്യ സന്ധ്യ നീ മറന്നതെന്തേ എന്തേ. അതിലൊക്കെ ഒരു ചോദ്യം ഇട്ടാണ് ആ സിനിമയുടെ വിഷ്വലുമായിട്ട് മാച്ചാവുന്ന തരത്തിലുള്ള ഒരു സിങ്കാണ് ചെയ്തേക്കുന്നത്. ശരിക്കും കരുണാകരൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഏർലി ഫേസിലുള്ള അല്ലു അർജുനെ ഡയറക്റ്റ് ചെയ്ത ആ ഒരു അല്ലു അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുക ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് ഹാപ്പി എന്നുള്ളത്. അവരുടെ ആ ഒരു കോംബോ എല്ലാം കൂടി ഉള്ളത്. പിന്നെ ഇപ്പം തന്നെ ആ സിനിമയിലെ ഡയലോഗ്സ് ഇല്ലേ, നമ്മൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സൂര്യനാരായണ എൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ള, അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഇപ്പോഴും ഓടുന്നുണ്ടല്ലേ. ആ ഒരു ഞാനും ആ സൂര്യനാരായണ അത് ട്രെൻഡ് ആവണമെന്നുള്ള എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട്. അതെനിക്കും മനസ്സിലാവുന്നില്ല എന്താ കാരണം എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നൈസ്. വിജയ് ഓരോ യൂത്ത് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില പോയിന്റുകൾ പിടിച്ചെടുത്തിട്ടാണല്ലോ അവർ ചെയ്യുന്നത്. ഏതാ ശരിക്കും കാലം കഴിയുന്തോറും 20 വർഷം മുൻപ് ചെയ്തു വെച്ചൊരു സാധനം എവിടെ നിന്നാണ് ഏത് പോയിന്റ് ആണ് ഹിറ്റ് ആവുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു റീ റിലീസിന് എങ്ങനെയായിരിക്കും മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസ്? കാരണം ഇപ്പോൾ ഇതിന് സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും ഒക്കെ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അന്നത്തെ അപേക്ഷിച്ച് ആ ഒരു നൗ വേഴ്സസ് ദെൻ എങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? അന്നത്തെ ഒരു യൂത്ത് എന്ന് പറയുന്ന വന്നിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അന്ന് നമുക്ക് മാഗസിനിലും ഒക്കെ പരസ്യം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എനിക്കൊന്ന് ഹാപ്പിയിലും ഞാൻ പരസ്യം ടി വിയിൽ തന്നിട്ടില്ല. അന്ന് SCVയിൽ ഞാൻ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ആ തുടക്കത്തിൽ. കാരണം അന്നൊക്കെ ഈ ജൂക്ക് ബോക്സ് കാണുമ്പോൾ ജൂക്ക് ബോക്സ് ഏത് കേരളത്തിലെ എവിടെ ജൂക്ക് ബോക്സ് ഉണ്ടെങ്കിലും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പാട്ട് വരുമായിരുന്നു. ഐ ഹേറ്റ് യു എന്നുള്ളൊരു പാട്ട് തുടക്കത്തിൽ. അതൊരു ട്രെൻഡായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ വളരെ കൊച്ചു കുട്ടികളിൽ 2 വയസ്സ് 1 വയസ്സുള്ള കുട്ടികൾ ഫുഡ് കഴിക്കണം, ഈ പാട്ട് ഇട്ടിട്ട് ഫുഡ് കഴിക്കണം. എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. അതൊരു അപ്രിഷിയേഷനായിട്ട് അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഐ ഹേറ്റ് യു എന്നുള്ള പാട്ട്. അപ്പോൾ അതുപോലെ പക്ഷെ ഇന്ന് നമുക്ക് ന്യൂജനെ എങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാം, അതൊരു റിസർച്ച് പോയിൻ്റാണ്. നമ്മളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു വിഷൻ, നമ്മുടെ ഒരു വിഷനും ആ വിഷനും അവരുടെ കാഴ്ചപ്പാടിലുള്ള വിഷനും മാച്ചാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയണ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ദീർഘവീക്ഷണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഇതിലൂടെ കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ചെറിയ വിശ്വാസം. ഹാപ്പി ഞാൻ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ഹാപ്പിയിൽ അല്ലു അർജുനെ പോലെ എടുത്തു പറയേണ്ടതാണ് ജെനീലിയ.
മധുമതി എന്നുള്ള ക്യാരക്ടർ. ആ ഒരു അല്ലു അർജുന്റെ ക്രേസിനെസ്സിനോട് മാച്ച് ആവുന്ന ആ ഒരു ഇന്നസെൻസ് കൊണ്ടുവന്ന ക്യാരക്ടറാണ്. അപ്പൊ അതിന് ജനീലിയെ പറ്റിയിട്ടുള്ള ഒരു വിഷൻ. ജെനിലിയ ആക്ച്വലി വന്നിട്ട് ഇതിന് ശേഷമാണ് ജെനിലിയയുടെ ഒരു ബൊമ്മർലു എന്ന് പറഞ്ഞൊരു പടം വന്നത്. തമിഴ് എൻ്റെ പേര് വേറെ എന്തോ ആണ്, എന്തോ ഒരു മകനോ സംതിങ്. ഈ ബൊമ്മർലുവിലാണ് ജെനിലിയ അവിടെ എസ്റ്റാബ്ലിഷ് ആയി. ഇതിൽ വന്നതിന് ശേഷമാണ് ബൊമ്മർലു വരുന്നത്. അപ്പം ജെനിലിയ ആക്ച്വലി വന്നിട്ട് ശങ്കറിൻ്റെ ജീൻസ് എന്നുള്ള ജീൻസാണ് ഏത് സിനിമയൊന്നും പെട്ടെന്ന് വരുന്നില്ല, ബോയ്സിലൂടെയാണ് വരുന്നതെങ്കിലും എസ്റ്റാബ്ലിഷ് ആയത് കൂടുതൽ തെലുങ്കിലാണ്. തമിഴിനേക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് പിന്നെ ഇന്ത്യയിലേക്ക് പോയെങ്കിലും ബോയ്സിലൂടെ വന്നിട്ട് അദ്ദേഹം അവർ ഭയങ്കര ഫാൻസ് ജനറേറ്റ് ചെയ്തു. നേരി കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, കാണുന്ന ഈ സ്ക്രീൻ പ്രസൻസിനേക്കാൾ ഭംഗി കൂടുതലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ തെലുങ്കിൽ ആ ക്രൈസ് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് മുമ്പാണ് ഈ സിനിമ വരുന്നത്. പക്ഷെ എന്നിട്ടും പെർഫോമൻസ് ബേസിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നത് ആ എക്സ്പ്രഷൻ. ഇപ്പോൾ കർണാര സാർ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, ആ എക്സ്പ്രഷനൊക്കെ കറക്റ്റായിട്ട് ഈ സിനിമയിൽ അവർ അറിഞ്ഞ് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ ബോത്തർ അല്ലു അർജുൻ ആൻഡ് ജെനിലിയ ഈക്വലി ഗുഡ് in movie. സോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പി വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതിന്. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ്. Thank you very much.